അടുത്തതായി ഒരു വിശിഷ്ട വ്യക്തിയെ ആദരിക്കുകയാണ്. ശ്രീ ജോൺസൺ പള്ളം. കോട്ടയം ജില്ലയിലെ പള്ളം സ്വദേശി. CMS ഹൈസ്കൂളിലും കോട്ടയം ഗവൺമെൻറ് കോളേജിലുമായി വിദ്യാഭ്യാസം. പഞ്ചമിൽ സ്ഥിരതാമസം. ഒരു സ്വയം സംരംഭകൻ. ഭാര്യ മലയാള മിഷൻ അധ്യാപിക സോമോൾ ജോൺസൺ. മകൾ ഹെലൻ മേരി ജോൺസൺ. ഫെഡറേഷൻ ഓഫ് ഓൾ ഗോവ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മലയാള മിഷൻ ഗോവ ചാപ്റ്റർ രൂപീകൃതമായ 2013 മുതൽ ഇന്നുവരെ പ്രസിഡന്റായി നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച് നീലക്കുറിഞ്ഞി പൂക്കൾ നമ്മുടെ കൊച്ചു ഗോവയിലും വിരിയിക്കാൻ അഹോരാത്രം പരിശ്രമിച്ച ഒരു മികച്ച സംഘാടകൻ. കൂടാതെ പഞ്ചിം മലയാളി അസോസിയേഷൻ സ്ഥാപക അംഗവും നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവുമാണ്. ഗോവ പ്രവാസി മലയാളി സാഹിത്യ കൂട്ടായ്മയുടെ സാഹിത്യാംഗവും എക്സിക്യൂട്ടീവ് മെമ്പറും ഫാഗ്മ എക്സിക്യൂട്ടീവ് അംഗം. കൂടാതെ ഗോവയിലെ കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ മുൻനിര സാന്നിധ്യം. ഏറെ ആദരവോടെ ശ്രീ ജോൺസൺ പള്ളം സാറിനെ വേദിയിലേക്ക് ആദരം ഏറ്റുവാങ്ങുവാനും പൊന്നാട സ്വീകരിക്കുവാനുമായി ക്ഷണിക്കുന്നു. ജോൺസൺ സാറിനെ പൊന്നാട അണിയിക്കാനും മൊമെന്റോ നൽകുവാനുമായി കലാകേന്ദ്രം പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സന്തോഷമുണ്ട്. എന്നോട് ജോൺസൺ സാറ് എന്നെ ആദരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ അത് നിരസിച്ചിരുന്നു. കാരണം ഇപ്പം ഞങ്ങളുടെ അധ്യാപിക കൂടിയായ ബില്ലി ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും എൻ്റെ നേട്ടം മാത്രമല്ല. കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും പറയും 2013 നമ്മൾ മലയാള മിഷൻ ആരംഭിക്കും, ഫാത്മയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുമ്പോൾ അതിനു മുമ്പേ കലാകേന്ദ്രയിൽ മലയാളം ക്ലാസ്സുകൾ നടന്നിട്ടുള്ളതാണ് എൻ്റെ അറിവ്. ശരിയാണല്ലേ? തീർച്ചയായിട്ടും കലാകേന്ദ്രം മലയാളം ക്ലാസ്സിനോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായി മലയാള മിഷൻ തുടങ്ങിയ അന്ന് മുതൽ മലയാള മിഷനോടൊപ്പം ചേർന്ന് കലാകേന്ദ്രം ഉണ്ടായിരുന്നു. ഇന്ന് മലയാള മിഷനിൽ ഗോവ ചാപ്റ്റർ ഇന്ന് അത് നമ്മൾ തുടങ്ങുമ്പം ഏകദേശം 15 ഇടങ്ങളിലായിരുന്നു മലയാള മിഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നത് 61 രാജ്യങ്ങളുണ്ട്. ഇന്ത്യക്ക് പുറത്ത് 65 രാജ്യങ്ങളിലും ഇന്ത്യക്കകത്ത് 23 സംസ്ഥാനങ്ങളിലുണ്ട്. അതിൽ നിന്ന് ഈ മലയാള മിഷന്റെ ആ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ആദ്യമായി പാസ്സാകുന്ന 6 ചാപ്റ്ററിൽ ഒന്ന് നമ്മുടെ ഗോവ ചാപ്റ്ററാണ്. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഞങ്ങളുടെ ഭാരവാഹികളല്ല, ഞങ്ങളുടെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഞങ്ങളുടെ അധ്യാപകരാണ്. കാരണം ഈ അവാർഡ് കോൺവക്കേഷൻ ചടങ്ങിൽ വെച്ച് അതിന്റെ സമാപന സമ്മേളനത്തിൽ ഒരു റിവ്യൂ പറയാൻ എനിക്കൊരു അവസരം കിട്ടുന്നു. ഞാൻ അന്ന് ആ മീറ്റിങ്ങിൽ നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും അതിന് ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷമുണ്ട്. നമ്മുടെ 23 കുട്ടികളും പരീക്ഷ എഴുതി അവർക്ക് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. അതിലേറെ എനിക്ക് സന്തോഷം നൽകിയത് അവരെ പഠിപ്പിച്ച നമ്മുടെ 10 അധ്യാപകരെ ആ കോൺവക്കേഷൻ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ മൊമെന്റോ നൽകി ആദരിച്ച ഒരു ചടങ്ങുണ്ടായിരുന്നു. എന്നെ ഏറ്റവും ഒരു മലയാള മിഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ അവസരമായിരുന്നത്. ഞാൻ അധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല, കാരണം സെമി ഒരുപാട് കലാപരിപാടികൾ നടക്കാറുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ഗോവയിൽ നിന്ന് പരീക്ഷ എഴുതിയ കുട്ടികളിൽ ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്ക്, അതായത് നീലക്കുറിഞ്ഞി പരീക്ഷയിൽ 5 കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയത് കേരള കലാകേന്ദ്രമാണ്. അതുപോലെ അതിൻ്റെ കൂടെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു ആഗ്രഹം, ഒരു മലയാളം മിഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് കലാകേന്ദ്രയിലെ എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാ കുട്ടികളും മലയാളം മിഷനിൽ ചേർന്ന് നീലക്കുറിഞ്ഞി വരെ എത്തിയില്ലെങ്കിലും
അവർ കുറഞ്ഞത് സൂര്യകാന്തി കോഴ്സ് വരെയെങ്കിലും പഠിച്ച് അവർക്ക് സ്വന്തമായി എഴുതാനും വായിക്കാനും കഴിയുമാറാക്കണം എന്ന് നിങ്ങളുടെ ഭാരവാഹികളും ശ്രമിക്കണം. അതിന് കഴിവുള്ള അധ്യാപകരുണ്ട്. ഒരിക്കൽ കൂടി എനിക്ക് നൽകിയ ഇന്നത്തെ ഈ മൊമെന്റ് മലയാളം മിഷൻ ഗോവ ചാപ്റ്ററിലെ അധ്യാപകർക്ക് ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. Congratulations, sir.